ബാറൂഖ് അധ്യായം 4. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലേ, നമ്മൾ സന്തുഷ്ടരാണ്. എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ സ്മാരകമേ, എൻ്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല, ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിനു പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിപതിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു, സിയോന്റെ അയൽവാസികളെ ശ്രവിക്കുവിൻ, ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു. നിത്യനായവൻ എൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി, എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു. അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ. എൻ്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാകിനിയായി തീർന്നു. അവർ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു, അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല. ദൈവകൽപ്പനകളുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല. അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിൻ്റെ പാത അവർ പിഞ്ചെന്നില്ല. സിയോന്റെ അയൽക്കാർ വന്ന് എൻ്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ. അവിടുന്ന് അവർക്കെതിരെ വിദേശത്തു നിന്നൊരു ജനതയെ, നിർലജ്ജരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരോട് ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു. വിധവയുടെ പ്രിയപുത്രന്മാരെ അവർ പിടിച്ചുകൊണ്ടുപോയി, പുത്രിമാരെ അപഹരിച്ച് എന്നെ ഏകാകിനിയാക്കി. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. എൻ്റെ മക്കളെ, പോകുവിൻ, ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സമാധാനത്തിൻ്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കുടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവൻ്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവ്വം സഹിക്കുവിൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും. അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി മെതിക്കും. എൻ്റെ പിഞ്ചോമനകൾ പരിപരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു. ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും
നിത്യാനന്ദവും നൽകും. ജെറുസലമേ, ധൈര്യമായിരിക്കുക. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതമനുഭവിക്കും. നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതമനുഭവിക്കും. നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും. ജനത്തിൻ്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. അവളുടെ ഗർവിനെ സന്താപമാക്കി തീർക്കും. നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നി ഇറങ്ങും. ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും. ജെറുസലമേ, കിഴക്കോട്ട് നോക്കുക. ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും. ഇതാ, നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു. പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാ വരുന്നു. Chapter 4. She is the book of the precepts of God, the law that endures forever. All who cling to her will live, but those will die who forsake her. Turn, O Jacob, and receive her. Walk by her light toward splendor. Give not your glory to another, your privileges to an alien race. Blessed are we, O Israel, for what pleases God is known to us. Fear not, my people. Remember, Israel, you were sold to the nations not for your destruction. It was because you angered God that you were handed over to your foes. For you provoked your Maker with sacrifices to demons, to no gods. You forsook the eternal God who nourished you, and you grieved Jerusalem who fostered you. She indeed saw coming upon you the anger of God, and she said, Hear, you neighbors of Zion, God has brought great mourning upon me, for I have seen the captivity that the eternal God has brought upon my sons and daughters. With joy I fostered them, but with mourning and lament I let them go. Let no one gloat over me, a widow, bereft of many. For the sins of my children I am left desolate, because they turned from the law of God, and did not acknowledge his statutes. In the ways of God's commandments they did not walk, nor did they tread the disciplined paths of his justice. Let Zion's neighbors come to take note of the captivity of my sons and daughters, brought upon them by the eternal God. He has brought against them a nation from afar, a nation ruthless and of alien speech, that has neither reverence for age nor tenderness for childhood. They have led away this widow's cherished sons, have left me solitary without daughters. What can I do to help you? He who has brought this evil upon you must himself deliver you from your enemies' hands. Farewell, my children, farewell. I am left desolate. I have taken off the garment of peace, have put on sackcloth for my prayer of supplication, and while I live I will cry out to the eternal God. Fear not, my children, call upon God, who will deliver you from oppression at enemy hands. I have trusted in the eternal God for your welfare, and joy has come to me from the Holy One, because of the mercy that will swiftly reach you from your eternal Savior. With mourning and lament I sent you forth, but God will give you back to me with enduring gladness and joy. As Zion's neighbors lately saw you taken captive, so shall they soon see God's salvation come to you with great glory and the splendor of the eternal God. My children, bear patiently the anger that has come from God upon you. Your enemies have persecuted you, and you will soon see their destruction and trample upon their necks. My pampered children have trodden rough roads, carried off by their enemies like sheep in a raid. Fear not, my children. Call out to God. He who brought this upon you will remember you. As your hearts have been disposed to stray from God, turn now 10 times the more to seek him. For he who has brought disaster upon you will, in saving you, bring you back enduring joy. Fear not, Jerusalem. He who gave you your name is your encouragement.
Fearful are those who harmed you, who rejoiced at your downfall. Fearful are the cities where your children were enslaved. Fearful the city that took your sons. As that city rejoiced at your collapse and made merry at your downfall, so shall she grieve over her own desolation. I will take from her the joyous throngs, and her exultation shall be turned to mourning. For fire shall come upon her from the eternal God for a long time, and demons shall dwell in her from that time on. Look to the east, Jerusalem. Behold the joy that comes to you from God. Here come your sons whom you once let go, gathered in from the east and from the west by the word of the Holy One, rejoicing in the glory of God.